അപ്പം നമ്മുടെ അയലക്കുട്ടന്മാർ ഇവിടെ നമ്മൾ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അയ്യോ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അപ്പം നല്ല വെന്ത് വരട്ടെ. അപ്പം നമുക്ക് അത് കഴിയുമ്പോൾ നമുക്ക് ചോറിന് കൂട്ടി കഴിക്കാം. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളിയിട്ട് നല്ല ചെമ്മീൻ കറിയുണ്ട്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി. ഇന്നിവിടെ കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്നാണെന്നറിയാവോ? ഇത് കണ്ടോ, തെങ്കിടക്ക കുരുമുളക് അല്ലേ, പച്ച കുരുമുളക് അരച്ച് തേച്ച് പിടിപ്പിച്ച് നമുക്ക് അയിലേനെ ഒന്ന് വറുത്തെടുക്കാം. ഇന്ന് ഫ്രൈ ചെയ്യാവേ. ഇത്രയും കുരുമുളക് എടുത്ത് മീനെ പൊതിയാനല്ല, അതിന് കുറച്ച് മതി. ഇതെല്ലാം കൂടെ അരച്ച് വെച്ചാൽ പിന്നെ തിന്നണ്ടല്ലോ എരിവ് കാരണം. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് ഈ കുരുമുളക് ഉപയോഗിച്ചൊരു മീൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോ. അപ്പോൾ നമുക്ക് ഈ മീൻ എങ്ങനെ ഫ്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ വാ കൂട്ടുകാരെ, നമുക്കിന്ന് അയല മീൻ കുരുമുളക് പച്ചക്കുരുമുളക് ഉപയോഗിച്ച് ഫ്രൈ ചെയ്യുന്നത് കാണാം. വാ പോകാം. അപ്പോൾ നമുക്ക് മീനെ ഫ്രൈ ചെയ്യാനുള്ള കുരുമുളക് ഇവിടെ അടത്തുവാ കേട്ടോ. ഇതെല്ലാം ഒന്ന് അടത്തിയെടുക്കണമല്ലോ ഇതെന്ന്. അപ്പോൾ ഞാനിവിടെ ഇതിങ്ങനെ അടത്തിയെടുത്തിട്ട് എല്ലാം അരച്ച് അതിൻ്റെ മസാലയാക്കിയിട്ട് ബാക്കി നമുക്ക് ഫ്രൈ ചെയ്യുന്നത് കാണാം. അടുത്തിട്ട് കഴുകിയെടുക്കണം. പിന്നെ കഴുകണ്ടേ. അപ്പോൾ കുരുമുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ഇട്ടു, ഇനി ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം, ഇനി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ 2 കറിവേപ്പിൻ്റെ തണ്ടും കൂടെ ഇട്ട് കൊടുത്ത് അരയ്ക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അരയ്ക്കാം. അപ്പോൾ നമുക്ക് ഒരിത്തിരി വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിനെ അരയ്ക്കാനേ, അരഞ്ഞു കിട്ടാൻ. നമ്മൾ എക്സ്ട്രാ വേറൊരു പുളിയും ചേർക്കുന്നില്ല. ഇത് ഫ്രൈ ചെയ്യാനല്ലേ, അതുകൊണ്ട് പുളിയൊന്നും വേണ്ട, വിനാഗിരി മാത്രം മതി. വിനാഗിരി ഇച്ചിരി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത്. വിനാഗിരി ടേസ്റ്റ് ആകട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഒരു ചെറിയൊരു പുളിമയം വരുമല്ലോ വറക്കുമ്പോൾ, അതിന് വേണ്ടിയിട്ട്. പച്ച മീനല്ലേ അത് കാരണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഇഞ്ചി കഷ്ണം കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ മറന്നു പോയായിരുന്നേ ഇഞ്ചി കഷ്ണം ഇടുന്നത്. അപ്പോൾ നമുക്കൊരു ഇച്ചിരി ഇഞ്ചി കഷ്ണം, കാരണം ഇത് ഒത്തിരി ഇടണ്ട. കുരുമുളകിനൊക്കെ എരിവുള്ളത് കാരണം ഇഞ്ചിക്കും എരിവാണ്, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ, വെളുത്തുള്ളി ഇഞ്ചിയുടെയും കൂടെ ഒരു ഫ്ലേവർ കിട്ടുമ്പോഴാണോ ടേസ്റ്റും ഒക്കെ. ഇനി നമുക്ക് ഒന്നും കൂടെ നല്ല അരയ്ക്കാം. അപ്പം ദേ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് മീനിനകത്തോട്ട് തേച്ച് പിടിപ്പിക്കാം, എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ മീനെല്ലാം വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു. മുഴുത്ത അയലമീൻ ആയതുകൊണ്ട് ഞാൻ അതിനെ 2 ആക്കി കണ്ടിച്ചു. മുഴുത്തതായതുകൊണ്ടാണ് 2 ആക്കി കണ്ടിച്ചത്. ഇനി ഇതിനെ അല്ലെങ്കിൽ അത് വേഗാനോ അതിൻ്റെ അകത്ത് മസാല പിടിക്കാനൊക്കെ സമയം വലുതല്ലേ. അപ്പോൾ 2 ആക്കി കണ്ടിച്ച് ഇനി നമുക്ക് ഈ മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിച്ചിട്ടൊരു 5 മിനിറ്റ് അതൊന്ന് ഇറങ്ങണമല്ലോ അതിലേക്ക്. നമ്മൾ പിന്നെ മസാല അരച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കണം അല്ലേ? അതൊക്കെ നോക്കണം, അല്ലെങ്കിൽ പിന്നെ മീനെ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ മീനെടുത്ത് നക്കാൻ പറ്റും. പിന്നെ എരിവൊക്കെ അതിൻ്റെ അനുസരിച്ച് വേണ്ടുന്ന പോലെ കൂട്ടവും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക. കണ്ടോ, പച്ച അരപ്പായിരിക്കും ഇന്നത്തെ മീനിന്. സാധാരണ ചുമന്നിരിക്കൂലേ. ഈ അരപ്പ് മിച്ചമാണ് നമുക്ക് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യത്തില്ലേ? ചെയ്യാം. അരച്ച് അടുത്ത പ്രാവശ്യം മീൻ വറക്കുമ്പോൾ അതെടുത്ത് തേച്ച് മീൻ ഫ്രൈ ചെയ്യത്തില്ലേ. പച്ച അരപ്പ ഇന്നത്തെ അല്ലേ? അതെ. കാണാൻ നല്ല ഭംഗിയല്ലേ? അതെ. പച്ചക്കുപ്പായ ഇട്ടോരെ, എന്നും ചുമലക്കുപ്പായ ഇട്ടല്ലേ വരുന്നത്. ഇന്നൊരു ഡിഫറെൻറ്റ്. ഇന്ന് പച്ച യൂണിഫോം അണിഞ്ഞവരാ ഇവര്. എന്താ കളറ്, നല്ല മൊഞ്ചുള്ള കളറാണല്ലോ ഇത്. മൊഞ്ചത്തി കുട്ടനും കുട്ടത്തിയൊക്കെയാണ്. അപ്പം എല്ലാവരെയും ഞാനിന്ന് എണ്ണയ്ക്കകത്തിട്ട് കള ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടോ, ഇതെല്ലാം തേച്ച് വൃത്തിയാക്കി എല്ലാവർക്കും യൂണിഫോം ഇടിപ്പിച്ചു. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഈ മസാലയൊന്ന് മീനയിലോട്ട് ഇറങ്ങി എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം. വെച്ചിട്ട് നമ്മളിതിനെ പൊരിച്ചിങ്ങോട്ട് എടുക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ എല്ലാവരെയും ഇവിടെ മുളക് തേച്ച് നല്ല കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി ഫ്രൈ ചെയ്യാം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ. അപ്പോഴത്തേനും ഇവരതെല്ലാം കുടിക്കട്ടെ, ഇതിൻ്റെ
സത്തെല്ലാം ഇതിലേക്ക് ഇറങ്ങി നല്ല ഇതായി വരും ഈ അരപ്പെല്ലാം. അപ്പം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഫ്രൈ ചെയ്യുമ്പോൾ കാണാം കേട്ടോ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു, എണ്ണ ചൂടായി, ഒരു ഇച്ചിരി കരിയാപ്പില ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മൾ മുളക് തേച്ച് വെച്ച നമ്മുടെ മീനുണ്ടല്ലോ, മീൻകുട്ടന്മാരെ അങ്ങോട്ട് ഫ്രൈ ചെയ്യാം. ഒരു 5 മിനിറ്റ് കൂടുതൽ സമയമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ടങ്ങ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീനെല്ലാം അവിടെ ഇരുന്ന് മൊരിയട്ടെ. അപ്പം നമ്മുടെ അയലക്കുട്ടന്മാര് ഇവിടെ നമ്മൾ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അയ്യോ, പൊട്ടി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അപ്പം നല്ല വെന്ത് വരട്ടെ. അപ്പം നമുക്ക് അത് കഴിയുമ്പോൾ നമുക്ക് ചോറിന് കൂട്ടി കഴിക്കാം. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. കുടംപുളി ഇട്ട് വെക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ബാക്കി ഇനി കുടംപുളി ഇട്ട് വെക്കും, അപ്പോഴേ കറിയാവുള്ളൂ. പിന്നെ കരിമീൻ പൊരിച്ചതും ഇല്ല, അയല വറുത്തത് മാത്രമേ ഉള്ളൂ. അതെ. അപ്പം നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് നോക്കാം. ഒരു വശം മാത്രം വെന്താൻ പോരല്ലോ, തിരിഞ്ഞും വേകണമല്ലോ. അപ്പോൾ ഒരു വശമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു വശം നല്ല നമുക്ക് മറിച്ചിട്ട് തിരിച്ചും മറിച്ചു വിട്ട് ഒന്നുകൂടെ വേവിക്കണം. പൊരിഞ്ഞു. ഇത് അത്യാവശ്യം മുഴുത്ത മീനാണ്, നമ്മൾ തിരിച്ചും മറിച്ചു വിട്ട് നല്ലപോലെ വേവിക്കണം അല്ലേ? കണ്ട മൊരിഞ്ഞു വരുന്നുണ്ട്. നല്ല ഫ്രൈ ആയി. നമ്മൾ ഉദ്ദേശിച്ചേക്കാളും നല്ല പൊട്ടപ്പനായിട്ട് വരുന്നുണ്ടത്. ഇതേ തിരിച്ചിടുമ്പോൾ അതിൻ്റെ പച്ചക്കളറൊക്കെ മാറി. അങ്ങനെയാണ് മൊരിഞ്ഞു വരുന്ന കളറാവൂലേ അപ്പം? ഇത് കണ്ടാരെല്ലാം പറയാം കുരുമുളക് തേച്ച് വറുത്തതാന്ന്. അങ്ങനെയൊന്നും പറയത്തില്ല, ഇനി കഴിച്ചു നോക്കുമ്പോൾ അറിയാം. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? നല്ല ടേസ്റ്റാണ്. കുരുമുളക് അരച്ച പച്ചമീൻ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അത് നല്ല പച്ച ഫ്രഷ് കുരുമുളക്, നമ്മുടെ വീട്ടിലെ കുരുമുളക്. അത് തന്നെ. ഇന്നലെ കുരുമുളക് പറിച്ചത് കാരണം അതെടുത്ത് ഞാൻ വേഗം ഇങ്ങനെ ചെയ്തതല്ലേ. ഇല്ലെങ്കിൽ നമുക്കിനി അടുത്ത വർഷമേ കുരുമുളക് കിട്ടുള്ളൂ, പച്ചക്കുരുമുളക്. അത് തന്നെ. അപ്പോൾ എല്ലാവരും തിരിഞ്ഞിട്ടുണ്ട്, തന്നെയായിട്ട് തിരിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു വശം കൂടെ ആയി കഴിയുമ്പോൾ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുരുമുളക് അരച്ച് തേച്ച് വറുത്ത മീൻ ഇവിടെ ഫിനിഷായി. അപ്പോൾ ഞങ്ങളുടെ മീൻ ഫ്രൈ റെഡിയായി. ഇതേപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തിട്ട് ഞങ്ങളെയും കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ചട്ടകം വെച്ച് ടാറ്റ പറയുന്നില്ല. ടാറ്റ, ബൈ ബൈ. അപ്പം മീൻ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നേ. ബൈ. കുഞ്ഞൂസേ, എങ്ങനെയുണ്ട് നമ്മുടെ അയലമീൻ കുരുമുളക് ഇട്ട് വറുത്തത്? കുരുമുളക് അരച്ച് തേച്ച് വറുത്ത അയലമീനാണ്, പച്ച അയലമീൻ. എങ്ങനെയുണ്ട് തിന്ന് നോക്കിയിട്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മീൻ തിന്ന് നോക്ക്, എന്നിട്ട് പറ. മീൻ പൊളിച്ചോ തിന്ന് നോക്കി വെച്ച്. നമ്മളെന്നും ഫ്രൈ ചെയ്യുന്ന പോലെ അല്ല ഇന്ന് ചെയ്തത്. ഇന്ന് കുരുമുളക് ഇട്ടാണേ, പച്ചക്കുരുമുളക് പറിച്ചില്ലേ, ആ കുരുമുളക് കൊണ്ട് ഉണ്ടാക്കിയതാന്ന്. തിന്ന് നോക്കിയേ. അയ്യോ മീമി. കുഞ്ഞൂസ് എങ്ങനെയുണ്ട് മീൻ വറുത്തത്? അടിപൊളി. അടിപൊളി. എന്നും വറുക്കുന്ന പോലത്തെ മീനാ? അല്ല, ഇന്ന് ഇച്ചിരി ടേസ്റ്റ് കൂടുതലുണ്ടോ? വേറെ സൈസ് മീനാ. നല്ല ടേസ്റ്റാ? എങ്കിൽ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. എല്ലാവർക്കും ബൈ.